ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, വലിയ നോമ്പിലെ രണ്ടാം ഞായറാഴ്ചയായ ഈ ദിവസം പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുന്നതും വേദഭാഗമായി വായിക്കുന്നതും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിപ്രകാരമാണ്: അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവൻ അവനോട്, ഇതാരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക എന്ന് കൽപ്പിച്ചു. എന്നാൽ അവനെക്കുറിച്ചുള്ള വാർത്ത കൂടുതൽ പ്രചരിച്ചു. വളരെയധികം ജനങ്ങൾ വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം ലഭിക്കേണ്ടതിനും കൂടി വന്നു. അവനോ വിജനപ്രദേശത്തേക്ക് വേറിട്ട് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ വായിച്ച വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം യേശു തൻ്റെ പരസ്യശുശ്രൂഷ വേളയിൽ നിറയെ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനോട് നിലവിളിച്ച് വന്ന് കവിണ്ണ് വീണ് നിലത്ത് വീണ് പറയുന്ന വാക്കാണ്: കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു അവനെ തൊട്ടു, അവനെ സൗഖ്യമാക്കി. എന്നിട്ട് പറഞ്ഞു, ഇതാരോടും പറയരുത്. അവൻ ആരോടും പറയരുതെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ ഇത് ലോകം മുഴുവൻ പ്രസിദ്ധമായി. എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം. നീ ചെന്ന് പുരോഹിതന്മാർക്ക് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. അവിടെ കൽപ്പിച്ചിരിക്കുന്ന പോലുള്ള ക്രമങ്ങളൊക്കെ ചെയ്യണം. ഈ പാഠഭാഗം നമ്മൾ പഠിപ്പിക്കുന്ന ചില ചിന്തകളുണ്ട്. കുഷ്ഠരോഗം ഈ ആധുനിക ലോകത്തിൽ ഇത്രയും പുരോഗതികളുണ്ടായിട്ടും ഇന്നും അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന അസുഖങ്ങളിലൊന്നായിട്ടാണ് കുഷ്ഠരോഗത്തെ കാണുന്നത്. അന്ന് പ്രത്യേകിച്ച് ഈ സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് പ്രത്യേക പഠനങ്ങളുണ്ടായിരുന്നു, പ്രത്യേക നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഇപ്രകാരമുള്ള അസുഖം വരുന്ന ഒരാൾ എന്ത് ചെയ്യണമെന്ന് ലേവ്യ നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ലേവ്യ പുസ്തകം 14-ാം അധ്യായം മുഴുവൻ സാംക്രമിക രോഗം വരുന്നയാൾ, കുഷ്ഠരോഗം വരുന്നൊരാൾ അവർ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഒരു കുഷ്ഠരോഗിയായ ആളിന് പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പാർക്കാൻ അനുവാദമില്ല. അവർ മാറി മറ്റൊരു ദ്വീപിലോ മറ്റൊരു സ്ഥലത്തോ മാറ്റി പാർപ്പിക്കും. നമ്മളിന്ന് സാധാരണ നമുക്കിപ്പോൾ കേട്ടിട്ടുള്ളൊരു വാക്യമാണ് ക്വാറൻറ്റൈൻ. കൊറോണ വന്ന സമയത്താണ് നമ്മളത് കൂടുതൽ കേട്ടത്. പക്ഷേ ലേവ്യ നിയമപ്രകാരമാണ് ഈ ക്വാറൻറ്റൈൻ നിയമങ്ങളെല്ലാം ഈ ലോകത്തിലുണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും ക്വാറൻറ്റൈൻ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ബേസിലാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം സാംക്രമിക രോഗമുള്ള ആളുകളിൽ നിന്ന് മാറി താമസിക്കണം. അവർ മുഖം മൂടണം, അതായത് മാസ്ക്. അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം. നമുക്കറിയാം, ഈ കൊറോണ ഉള്ള സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ പഞ്ചായത്തുകാരും അധികാരികളും വന്ന് അവിടെ നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ സാംക്രമിക രോഗമുള്ള ആളുണ്ട് എന്ന്. അന്നത്തെ രീതി അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം. പൊതുജനങ്ങളുടെ ഇടയിൽ പറക്കാൻ പാടില്ല. അവർക്ക് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആളുകളോട് സമ്പർക്കമില്ല, സംസർഗമില്ല. അവർ തല കത്തിരിച്ച് മുടി കത്തിരിച്ച് അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു വലിയ വിശദീകരണം ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് ദീർഘമായി ഞാൻ വായിക്കുന്നില്ല. താല്പര്യമുള്ളവർ ഈ വേദഭാഗം മുഴുവനായി വായിക്കുക. എന്നിട്ട് സൗഖ്യമായി കഴിഞ്ഞാൽ, ഈ ആളിന് സൗഖ്യമായി കഴിഞ്ഞാൽ
അയാൾ നേരെ ചെന്ന് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പാർക്കാൻ പാടില്ല. സൗഖ്യമായ ആൾ നേരെ പുരോഹിതൻ്റെ അടുത്ത് ചെല്ലണം. അവിടെ ചെന്ന് ചില ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്, ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, അതുകൂടെ ചെയ്യണം. അതിനാണ് ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. ഇത് ഇത്രയും പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കണം. യേശുവിൻ്റെ അടുത്തൊരു കുഷ്ഠരോഗി വന്ന് കവിണ്ണു വീണു എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് എടുത്തുള്ള ഒരു കാര്യമാണത്. അവന് ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇറങ്ങാൻ അനുവാദമില്ല. പക്ഷെ അവനതൊന്നും നോക്കാതെ വന്ന് കവിണ്ണു വീഴുകയാണ്. കാരണം അവൻ്റെ ഈ വ്യാധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും, നിനക്കല്ലാതെ ഇതിൽ നിന്ന് ശുദ്ധീകരണം തരാൻ ആർക്കും ആവില്ല. ആ ഒരു തിരിച്ചറിവ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശുവിൻ്റെ മനസ്സറിഞ്ഞ കുഷ്ഠരോഗി അവൻ്റെ മുമ്പിൽ വന്ന് കവിണ്ണു വീഴുകയാണ്. അവൻ പ്രോട്ടോക്കോളൊന്നും നോക്കുന്നില്ല, അവൻ ആ പ്രതിസന്ധിയൊന്നും നോക്കുന്നില്ല, അവിടുത്തെ നിയമമൊന്നും അവൻ നോക്കുന്നില്ല. അവൻ വന്ന് കവിണ്ണു വീഴുകയാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. പാപം കുഷ്ഠത്തേക്കാൾ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിനൊരു പക്ഷേ കുഷ്ഠരോഗം ഇല്ലായിരിക്കാം. പക്ഷേ മനുഷ്യ മനസ്സുകളെല്ലാം ഇന്ന് കുഷ്ഠരോഗം നിറഞ്ഞ് ജീർണിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് പോകുന്നത്. ഇപ്രകാരമുള്ള പാപം ഒരു കുഷ്ഠത്തോടുകൂടി ഉപമിക്കുകയാണ് വേദപണ്ഡിതാക്കളെല്ലാം. അങ്ങനെയുള്ള നാം ദൈവമുമ്പാകെ കവിണ്ണു വീഴാനുള്ള സമയമാണ് നോമ്പിൻ്റെ സന്ദർഭം. ഇവൻ വന്ന് കവിണ്ണു വീണു. കർത്തൃസന്നിധിയിൽ കവിണ്ണു വീഴണം. കവിണ്ണു വീഴാൻ നമുക്ക് പറ്റാതെ പോകുന്നതിൻ്റെ കാരണം ഐ ആം സംതിങ്, ഐ ഹാവ് സംതിങ്, ഐ ക്യാൻ ഡു സംതിങ് എന്ന ധാരണയാണ് നമ്മിൽ പലർക്കുമുള്ളത്. ഒരു കംപ്ലീറ്റ് സറണ്ടറാണ് ദൈവമുമ്പാകെ ആവശ്യമുള്ളത്. കർത്താവേ, നീ സൗഖ്യം തന്നെങ്കിലല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ നടത്തിയെങ്കിലല്ലാതെ എനിക്ക് തന്നെത്താൻ നടക്കാൻ ആവില്ല, നീ നയിച്ചെങ്കിലല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാനാവില്ല. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അതാണ് കുഷ്ഠരോഗി വന്ന് കവിണ്ണു വീണു എന്ന് പറയുന്ന പാഠം നമ്മെ ഓർപ്പിക്കുന്നത്. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. കർത്താവ് വളരെ ദൂരെ നിന്ന് മനുഷ്യന് നേരെ വരാൻ പാടില്ലാത്ത അവനെ നേരെ തൊടുകയാണ്. അവനെ തൊട്ട് അവന് സൗഖ്യം കൊടുത്തു. ഒരു വാക്ക് കൽപ്പിച്ചാലും മതിയായിരുന്നു. പക്ഷേ കർത്താവ് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവൻ വാക്ക് കൽപ്പിക്കുകയല്ല ചെയ്തത്, അവനെ തൊട്ട് സൗഖ്യം വരുത്തി. ദൈവത്തിൻ്റെ ശുശ്രൂഷ നമ്മുടെ ശുശ്രൂഷയിൽ നിന്ന് വ്യത്യസ്തമാണ്. ചില സന്ദർഭങ്ങളിൽ കർത്താവ് സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു, സൗഖ്യമായി. ചിലയിടത്ത് അവൻ തൊട്ട് സൗഖ്യമാക്കി. ചിലയിടത്ത് ചേറ് കുഴച്ച് വെച്ച് അവനൊരു മരുന്നുണ്ടാക്കി കൊടുത്ത്, മെഡിസിനാക്കി കൊടുത്ത് സൗഖ്യപ്പെടുത്തി. അങ്ങനെ വിവിധ നിലകളിലാണ് കർത്താവ് സൗഖ്യം കൊടുത്തിട്ടുള്ളത്. ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് ദൈവം വിവിധ മാനങ്ങളാണ് നൽകുന്നത്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടവനായതുകൊണ്ടും വെറുക്കപ്പെട്ടൊരു അസുഖമായതുകൊണ്ടും, പക്ഷേ സൃഷ്ടാവ് തൻ്റെ സൃഷ്ടിയെ തൊടുകയാണ്. സൃഷ്ടാവ് സൃഷ്ടിയെ തൊട്ടാൽ അവന് രൂപാന്തരം വിടും. അവൻ്റെ പോരായ്മകൾക്ക് പരിഹാരം ഉണ്ടാകും. അവൻ്റെ കുറവുകൾ മാറ്റപ്പെടും. നയമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിക്ക് സൗഖ്യം വന്നു. രണ്ടുപേരാണ് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് സൗഖ്യം നേടിയ കുഷ്ഠരോഗികൾ. ഒന്ന് മോശയുടെ പെങ്ങൾ മിര്യാമാണ്. കുഷ്ഠരോഗിണിയായിരുന്നു. അവൾക്ക് കുഷ്ഠരോഗം പിടിച്ചു. ശാപം കൊണ്ട് കിട്ടിയതാണെന്ന്. അവൾ കൊയർ മാസ്റ്ററായിരുന്നു. പക്ഷേ അവൾ പുറത്ത് പാട്ടൊക്കെ പാടി. പക്ഷേ വീട്ടിൽ ചെന്ന നാത്തൂനുമായി എന്നും പോരായിരുന്നു. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതുകൊണ്ട് അവളുമായിട്ട് എന്നും ഉടക്കായിരുന്നു. അതുകൊണ്ട് ഗായക സംഘത്തിൽ നേതാവായിരുന്ന മിര്യാമിന് കുഷ്ഠരോഗം പിടിച്ചു. കുഷ്ഠരോഗിയായി തീർന്ന ഒരാൾ മിര്യാമായിരുന്നു. മറ്റൊരാൾ ആരാൻ രാജാവിൻ്റെ സേനാപതിയായ നയമാനാണ്. ഇവർക്കൊക്കെ സൗഖ്യം കൊടുക്കുകയാണ്. എന്നാൽ കർത്താവ് സൗഖ്യം കൊടുത്ത
ഈ ഒരു കുഷ്ഠരോഗിയുടെ ചിത്രം നമുക്ക് കാണാം. ഇവിടെ ദൈവം സ്പർശിച്ചാൽ നിൻ്റെ ഏത് പ്രതിസന്ധികളും ഏത് അസുഖവും മാറും എന്ന് സാരം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഷ്ഠരോഗികൾ അവർ മാറിപ്പാർക്കുന്നവരാണ്. പാപം ഉണ്ടാകുന്ന മനുഷ്യൻ, അവന് ഫെലോഷിപ്പില്ല, പാപത്തിൽ വളരുന്നവന് കൂട്ടായ്മയില്ല, അവന് മറ്റു നല്ല മനുഷ്യരോട് സംസർഗമില്ല, അവൻ ഏകനായി കഴിയാൻ താല്പര്യപ്പെടുന്നു. ഇത് അന്നത്തെ സാമൂഹിക സാഹചര്യം കൊണ്ടാണെങ്കിൽ പോലും ഒരു പാപിയുടെ അവസ്ഥ ഇന്നും എന്നും അങ്ങനെയാണ്. അവർ അന്തർമുഖരായിരിക്കും. അവർക്ക് മറ്റുള്ളവരോട് ബന്ധമില്ല, മറ്റുള്ളവരുടെ സംസർഗമില്ല. നമ്മളിന്ന് കാണുന്ന ധാരാളം കുറ്റവാളികളുടെ ചിത്രം പരിശോധിച്ചാൽ അറിയാം. പലരും പറയും അവർ അയൽവക്കക്കാരുമായിട്ടൊരു ബന്ധമില്ല, അവന് ദേവാലയമായിട്ടൊരു ബന്ധമില്ല, മനുഷ്യരോടൊരു ബന്ധമില്ല, ആരോടും ബന്ധമില്ലാത്ത ഏകാകികളായി കഴിയുന്ന ആളുകൾ. കുഷ്ഠരോഗിയെ മാറ്റിപ്പാർപ്പിച്ചതുപോലെ ഇവർ ഏകാകികളായി കഴിയുകയാണ്. വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 2 കാര്യങ്ങളാണ് അവന് സൗഖ്യം കൊടുത്തതിന് ശേഷം കർത്താവ് ചെയ്ത ശുശ്രൂഷ. എന്തിനാണ് കർത്താവ് ഡയറക്റ്റായി സുഖം കൊടുത്ത ഒരാളിന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയാൽ പോരെ? എന്തുകൊണ്ടാണ് കർത്താവ് ഈ ശുശ്രൂഷയോട് ചെയ്യാൻ അവനെ പറഞ്ഞു വിട്ടത്? യേശു സൗഖ്യം കൊടുത്തു എന്ന് പറഞ്ഞ് അവന് നേരെ പോയാൽ മതിയായിരുന്നു. പക്ഷേ അന്ന് നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ അനുസരിക്കാൻ കർത്താവ് അവനോട് ആവശ്യപ്പെടുകയാണ്. അവിടുത്തെ പൊതുജനം അംഗീകരിക്കണമെങ്കിൽ, ജനറൽ പബ്ലിക് അവനെ സ്വീകരിക്കണമെങ്കിൽ അന്നത്തെ യഹൂദ നിയമമനുസരിച്ചുള്ള പ്രമാണങ്ങൾ പാലിക്കണമായിരുന്നു. വേദപുസ്തകത്തിൽ ആദ്യോടന്തം പരിശോധിച്ച് നോക്കിയാൽ പ്രമാണങ്ങളിലെ ചില കുറവുകൾ കർത്താവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്നത്തെ നടപടിക്രമങ്ങളിലെ പൊള്ളത്തരങ്ങൾ കർത്താവ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ നടപടിക്രമങ്ങൾ ചെയ്യണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ദേവാലയത്തിലെ ആടുകളെ വിൽക്കുന്നവരെയും പ്രാക്കളെ വിൽക്കുന്നവരെയും കർത്താവ് അടിച്ചു ഓടിച്ചിട്ടുണ്ട്. പക്ഷേ പള്ളിയിൽ പോകണ്ട എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. അവിടെ യാഗാർപ്പണം കർത്താവ് ചെയ്തിട്ടുണ്ട്. അവൻ ചങ്ങാലിയെയോ കുറുപ്രാവിനെയോ യാഗമർപ്പിച്ചിട്ടുണ്ട്. 12-ാം വയസ്സിൽ കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ പോയിട്ടുണ്ട്. കർത്താവും അപ്രകാരം ചെയ്തിട്ടുണ്ട്. പെരുന്നാളിൽ അവൻ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ പെരുന്നാളിലെ കുറവുകൾ അവൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ശരീരത്ത് ചെറിയ അഴുക്കായാൽ അഴുക്ക് കഴുകിക്കളയാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ല കുഞ്ഞിനെ കളയണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പലപ്പോഴും വിശ്വാസികളുടെ ചിത്രത്തിൽ കർത്താവിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് കർത്താവ് എനിക്ക് സൗഖ്യമാക്കി, അതുകൊണ്ട് ആ ദൈവിക നിയമങ്ങൾ പാലിക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് അത് ചെയ്യാനാണ് പറഞ്ഞത്. നീ പോയി പുരോഹിതന്മാർക്ക് നിന്നെ തന്നെ കാണിപ്പീൻ. പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന നോട്ടുണ്ട്, അതും ആ ലേവ്യ പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പുരോഹിതന്മാർ എന്തു ചെയ്യണം എന്ന കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുരോഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് 2 മൺപാത്രം എടുക്കണം, 2 മൺപാത്രത്തിൽ ഉറവ് വെള്ളം എടുക്കണം. എന്നിട്ട് കുറേ സാധനങ്ങൾ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈസോപ്പ്, ചുവപ്പ് നൂൽ, ദേവദാരു തുടങ്ങിയ സാധനങ്ങളെല്ലാം അവിടെ ഒരു പാത്രത്തിലിടണം. ഈ വെള്ളത്തിൽ, ഉറവ് വെള്ളത്തിലിടണം. എന്നിട്ട് 2 ചെറിയ പക്ഷിയെ പിടിക്കണം. 2 ചെറിയ പക്ഷി കുരുകിലാണെന്നാണ് ചിത്രം. 2 ചെറിയ പക്ഷികൾ, അതിലെ ഒരു പക്ഷിയെ അറുത്ത് അതിൻ്റെ രക്തം ഈ വെള്ളത്തിൽ ഒഴിക്കണം. ഈ സാധനങ്ങളെല്ലാം ചേർത്ത ഈ വെള്ളത്തിൽ. എന്നിട്ട് അത് കലക്കിയ ശേഷം ഈസോപ്പ് തണ്ടുകൊണ്ട്, ഈസോപ്പ് ഒരു ചെടിയുടെ തണ്ടാണ്, ആ ഈസോപ്പ് തണ്ടുകൊണ്ട് അതിനെ അതിൽ മുക്കി, ആ രക്തം കലർന്ന അതിൽ മുക്കി വന്ന കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം പ്രാപിച്ചു എന്ന് പറയുന്നവൻ്റെ ദേഹത്ത് 7 പ്രാവശ്യം തളിക്കണം. ഇതാണ് ശുശ്രൂഷ. ഈ ശുശ്രൂഷ കൃത്യമായി ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് സാധാരണ ചെയ്തിരുന്നത് അപ്രകാരം ചെയ്തതിന് ശേഷം 2 കിളിയെ പിടിക്കണമെന്നായിരുന്നു. ഒരു കിളിയെ ഇങ്ങനെ ഈ രക്തം ഇതിലൊഴിച്ച് മുക്കി, എന്നിട്ട് മറ്റേ കിളിയെ ആ രക്തം കലർന്ന മിശ്രിതത്തിൽ മുക്കിയിട്ട് അതിനെ അങ്ങ് പറപ്പിച്ച് വിടണം. ആ കിളി
ദേഹം മുഴുവൻ രക്തം പുരണ്ട് അതിൻ്റെ രോമമെല്ലാം ഒട്ടിപ്പിടിച്ച് പറക്കാൻ വയ്യാത്ത പരുവത്തിലായി അത് വീടിൻ്റെ മുകളിൽ വന്നിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാർ പറയുന്നത്, വീടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുവി എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ വിഷയം, ഈ ശുശ്രൂഷ പൂർത്തിയാക്കിയതിന് ശേഷം വേണം അവൻ എണ്ണ പൂശി ഭംഗിയാക്കിയ ശേഷമേ അവന് പൊതുജനത്തിനിടയിൽ ഇറങ്ങാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് കർത്താവ് നൽകിയ ശുദ്ധീകരണം, പാപിയായ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം, പാപകുഷ്ഠത്തിന് പരിഹാരം കർത്തൃ സാന്നിധ്യമാണ്. അവൻ്റെ മുമ്പിൽ കവിണ്ണു വീഴുകയാണ്, അവൻ്റെ ക്രമങ്ങൾ പാലിക്കുകയാണ്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, മറ്റാർക്കും അത് കഴിയില്ല. ഈ തിരിച്ചറിവാണ് അവനെ സൗഖ്യത്തിലേക്ക് നയിച്ചത്. പക്ഷേ സൗഖ്യമായ നീ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഓടിപ്പോകരുത്. സഭയുണ്ട്, സഭയുടെ നിയമങ്ങളുണ്ട്, ദൈവിക നിയമങ്ങളുണ്ട്, ന്യായപ്രമാണമുണ്ട്, ദേവാലയ നിയമങ്ങളുണ്ട്. അതനുസരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ പറഞ്ഞു വിട്ടത് ഒരു പക്ഷേ ആധുനിക ലോകത്തിലെ ആത്മീയർക്ക് അത്ര ദഹിക്കില്ലായിരിക്കാം. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞതാണ്, നീ പോയി നിന്നെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. യേശു കണ്ടതിൽ കൂടുതലായിട്ട് ഇനി പുരോഹിതന്മാരെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചേക്കാം. പക്ഷേ കർത്താവ് അവനെ ഈ ചുമതല കൂടെ ഏൽപ്പിച്ചു വിടുകയാണ്. കുഷ്ഠരോഗി പാളയത്തിന് പുറത്ത് ജീവിച്ചിരുന്നവനാണ്. ഇപ്പോൾ അവൻ ഫെലോഷിപ്പിലേക്ക് വരികയാണ്. ഇപ്പോൾ അവൻ കൂട്ടായ്മയിലേക്ക് വരികയാണ്. ഇപ്പോൾ അവൻ എല്ലാവരുടെയും ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ട സ്നേഹിതരെ, ഈ ദിവസം നോമ്പിലെ രണ്ടാമത്തെ ഞായറാഴ്ചയായ ഈ ഞായറാഴ്ച നമ്മുടെ പാപത്തിൻ്റെ കുഷ്ഠം നിറഞ്ഞ ജീവിതം, വ്രണമായി കിടക്കുന്ന ജീവിതം, കുഷ്ഠം നിറഞ്ഞ കുടുംബജീവിതങ്ങൾ, കുഷ്ഠം നിറഞ്ഞ ആത്മീയ ജീവിതങ്ങൾ, പാപപങ്കിലമായ കുടുംബജീവിതങ്ങൾ, പരസ്പര ധാരണയില്ലാതെ ജീവിക്കുന്ന കുടുംബജീവിതങ്ങൾ, പരസ്പരം ഫെലോഷിപ്പില്ലാതെ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും, പരസ്പര സ്നേഹമില്ലാതെ ജീവിക്കുന്ന അപ്പനും അമ്മയും മക്കളും, നമ്മൾ നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന ന്യൂസുകളും ചിത്രങ്ങളും പത്രവും ദൃശ്യമാധ്യമങ്ങളും കാണുമ്പോൾ നിറഞ്ഞ കുഷ്ഠം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ചിത്രമാണ് കാണുന്നത്. ഇതിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാണ് നോമ്പ്. ഇതിൽ നിന്നുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നോമ്പ്. നമ്മിലേക്ക് ഈ ശുദ്ധീകരണം ആഴത്തിൽ ഇറങ്ങി വരണം. അതുകൊണ്ടാണ് നയമാൻ തൻ്റെ കുഷ്ഠരോഗം മാറാൻ പ്രവാചകൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ കൊണ്ടുപോയ സാധനങ്ങൾ, അവൻ അവിടുത്തെ രാജാവിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ, 10 താലന്ത് വെള്ളി, 6000 ശേക്കൽ പൊന്ന്, 10 കൂട്ടം വിലയേറിയ വസ്ത്രങ്ങൾ, ഇത്രയും സാധനങ്ങളുമായിട്ടാണ് നയമാൻ തൻ്റെ കുഷ്ഠരോഗം മാറാൻ പോയത്. എന്നാൽ പ്രവാചകൻ അവനിൽ നിന്ന് ഇതൊന്നും വാങ്ങിയില്ല. അവൻ വിചാരിച്ചു, ഇവൻ വന്ന് പുറത്തിറങ്ങി വന്ന് എൻ്റെ കുഷ്ഠരോഗം എവിടാണെന്നൊക്കെ ചോദിച്ച് കൊണ്ടുചെന്ന ലെറ്റർ വായിച്ച് കൊണ്ടുചെന്ന 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും വാങ്ങിച്ചു വെച്ച് ഇവന് സൗഖ്യം കൊടുക്കും എന്നാണ് വിചാരിച്ചത്. എന്നാൽ അവൻ്റെ കുഷ്ഠരോഗം മാറാൻ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ഏക മാർഗം, നീ പോയി യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക. ആ ട്രീറ്റ്മെൻറ്റ് അവൻ അല്പം പോലും ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെയും പ്രതിസന്ധികൾ മാറാൻ നമുക്ക് ചില കണക്കൂട്ടലുകളുണ്ട്. എന്നാൽ നിൻ്റെ പണം കൊണ്ട് സൗഖ്യം വരില്ല. 6000 ശേക്കൽ പൊന്ന് ഇത് കൊടുത്തത് കൊണ്ട് സുഖം വരില്ല. 10 താലന്ത് വെള്ളി ഇതുകൊണ്ട് സുഖം വരില്ല. നിൻ്റെ വിലയേറിയ വസ്ത്രങ്ങൾ ഇതുകൊണ്ട് സുഖം വരില്ല. പിന്നെ സുഖം വരണമെങ്കിൽ, നിൻ്റെ കുഷ്ഠരോഗം മാറണമെങ്കിൽ
7 പ്രാവശ്യം യോർദാനിൽ കുളിക്കുക എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം എൻ്റെയും നിൻ്റെയും ശുദ്ധീകരണമാണ് സൗഖ്യത്തിനാവശ്യം. അതാണ് കുളിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവൻ ആ ട്രീറ്റ്മെൻറ്റ് ഇഷ്ടപ്പെട്ടില്ല. അവൻ വന്ന് ചൂടായി. അവൻ പറഞ്ഞു, ഞാൻ അബാന, പാർപ്പർ തുടങ്ങിയ നദികൾ എൻ്റെ നാട്ടിലുണ്ട്. അതുപോലെ ദൈവം പറയുന്ന ശുദ്ധീകരണമാണ് കുഞ്ഞെ നിൻ്റെ സൗഖ്യത്തിന് ആവശ്യം. ഒടുവിൽ അവൻ മനസ്സില്ലാ മനസ്സോട് പോയി യോർദാനിൽ മുങ്ങി പൊങ്ങി. ഒന്നും സംഭവിച്ചില്ല. 6 പ്രാവശ്യവും ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ല. 7-ാം പ്രാവശ്യം അവൻ്റെ ശരീരം മുഴുവൻ ഒരു പൈതലിൻ്റെ ശരീരം പോലെ ആയി മാറി. സ്നേഹിതരെ, നമ്മുടെ കണക്കുകളൊക്കെ മാറ്റിവെച്ച്, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച്, നമ്മൾ കൊടുക്കുന്ന കണക്കൂട്ടലുകളൊന്നുമല്ല ദൈവസൗഖ്യത്തിനാവശ്യം. നമ്മുടെ ശുദ്ധീകരണമാണ് ആവശ്യം. എല്ലാ പെരുന്നാളിൻ്റെയും അടിസ്ഥാന ഉദ്ദേശം നമ്മുടെ ശുദ്ധീകരണമാണ്. പെരുന്നാളുകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരാധനാ സംഗീതമുണ്ട്. ഇപ്പെരുന്നാളിൽ കർത്താവേ നിർമ്മലരാകണം ഞങ്ങൾ. കർത്താവേ, ഈ പെരുന്നാളിൽ ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഈ പെരുന്നാളിൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ ഈസ്റ്ററിൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ നോമ്പിൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണ് നോമ്പിൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം എന്ന ഒരാഴ്ച ക്രമീകരിച്ചിട്ടുള്ളത്. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവസന്നിധിയിൽ എത്തുന്നില്ല. നമ്മുടെ സ്ഥാനം നോക്കിയല്ല കർത്തൃസന്നിധിയിൽ ചെല്ലുന്നത്. നമ്മുടെ പദവി നോക്കിയല്ല ദൈവസന്നിധിയിൽ ചെല്ലുന്നത്. എൻ്റെ ഡിഗ്രിയുടെ എണ്ണം നോക്കിയല്ല ദൈവസന്നിധിയിൽ ചെല്ലുന്നത്. ശുദ്ധീകരണമാണ് ആവശ്യം. ഈ ശുദ്ധീകരണത്തോടുകൂടെ കർത്തൃസന്നിധിയിൽ ചെല്ലാൻ സഹായിക്കട്ടെ. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം നമ്മുടെയും ശുദ്ധീകരണത്തിന് കാരണമായി തീരട്ടെ. ഫെലോഷിപ്പില്ലാത്ത, പുറത്ത് താമസിക്കുന്ന, പാളയത്തിനപ്പുറത്ത് താമസിക്കുന്ന നിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് കാൽവറിയിലെ നാഥൻ പാളയത്തിനപ്പുറത്ത് വന്ന് കടന്നതെന്ന് യാഗമായതിൻ്റെ അർത്ഥം അതാണ്. അതുകൊണ്ടാണ് അവൻ പാളയത്തിന് പുറത്ത് കഷ്ടം സഹിക്കേണ്ടി വന്നത്. പാളയത്തിന് പുറത്തേക്ക് പോയിരിക്കുന്ന നിന്നെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ ശുദ്ധീകരണ ശുശ്രൂഷ. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ഈ ദിവസം നമ്മുടെയും ശുദ്ധീകരണത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.